ലീഡേഴ്സ് വിത്ത് റിപ്പോർട്ടിൽ പ്രതീക്ഷകൾ പങ്കുവയ്ക്കാൻ പി കെ കൃഷ്ണദാസ് BJP ദേശീയ നിർവാഹക സമിതി അംഗം ചേരുന്നു. സ്വാഗതം ശ്രീ പി കെ കൃഷ്ണദാസ്. എന്താണ് BJPയുടെ തെരഞ്ഞെടുപ്പിലെ ഇത്തവണത്തെ പ്രതീക്ഷകൾ? പരസ്യ പ്രചാരണം അവസാനിച്ചു, അവസാന വോട്ട് ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് താങ്കൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ എന്നറിയാം. എന്താണ് BJPയുടെ പ്രതീക്ഷകൾ? ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് BJP കണ്ണുവയ്ക്കുന്നത്? ഞങ്ങളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ നല്ല ശുഭപ്രതീക്ഷയാണുള്ളത്, ഒപ്പം വിജയപ്രതീക്ഷയാണുള്ളത്. ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായി അദൃശ്യമായ അതിശക്തമായ അടിയൊഴുക്കുകൾ ഇപ്പോൾ സംസ്ഥാനത്ത് നിലനിൽക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യം അട്ടിമറി വിജയമാണ് കേരളത്തിൽ നേടാൻ വേണ്ടി പോകുന്നത്. അതായത് ശ്രീമാൻ നരേന്ദ്രമോദി മൂന്നാമതും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി അവരോധിക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആകെയുള്ള സംശയം 400 സീറ്റാണോ 410 സീറ്റാണോ 420 സീറ്റാണോ എന്ന കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. കോൺഗ്രസ്സിന് 40 ആകുമോ 30 ആകുമോ 20 ആകുമോ എന്നതിനെക്കുറിച്ചാണ് ചർച്ച. ശ്രീമാൻ നരേന്ദ്രമോദി മൂന്നാമതും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാകുന്ന സമയത്ത് ലോകസഭയിൽ അദ്ദേഹത്തിന് അനുകൂലമായി കൈകോർക്കാൻ കേരളത്തിൽ നിന്നും NDA പ്രതിനിധികൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിരവധി മണ്ഡലങ്ങളിൽ ഇത്തവണ NDA വിജയിക്കും. ശരി, താങ്കളിപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ വലിയ ചർച്ചയായ വിഷയങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. ഇന്നിപ്പോൾ കെ സുധാകരൻ, KPCC അധ്യക്ഷൻ കെ സുധാകരൻ, EP ജയരാജൻ, LDF കൺവീനർ EP ജയരാജനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നു. അദ്ദേഹം BJPയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു എന്നതായിരുന്നു ആരോപണം. അതിന് മറുപടിയായി ഇന്നിപ്പോൾ EP ജയരാജൻ അല്പം മുൻപ് വാർത്താസമ്മേളനം നടത്തിക്കൊണ്ട് പറഞ്ഞത് കെ സുധാകരനാണ് BJPയിലേക്ക് പോകാൻ തയ്യാറെടുത്തതെന്നാണ്. അമിത്ഷായുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം നിശ്ചയിച്ചിരുന്നു, ചെന്നൈ വരെ എത്തിയതാണ് എന്നൊക്കെയാണ് പറയുന്നത്. അത്തരത്തിൽ രണ്ട് മുതിർന്ന നേതാക്കളാണ്, രണ്ട് മുന്നണിയുടെ മുതിർന്ന നേതാക്കളാണ്. ഒരാൾ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ്, ഒരാൾ LDFന്റെ കൺവീനറാണ്. ഈ നേതാക്കളെ പാർട്ടിയിലേക്ക് എത്തിക്കാൻ, താങ്കളുടെ പാർട്ടിയിലേക്ക് എത്തിക്കാൻ ശ്രമം നടന്നതായി താങ്കൾക്ക് അറിവുണ്ടോ? ഇപ്പം ഞാനും കേട്ടു, ഇപ്പോൾ KPCC പ്രസിഡന്റ് സുധാകരൻ BJPയിൽ ചേരാനുള്ള ശ്രമം നടത്തുകയുണ്ടായി. അതേപോലെ LDF കൺവീനർ EP ജയരാജൻ BJPയിൽ ചേരാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടന്നു. ഏതായാലും ഇതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല. ഇവർ ഏതെങ്കിലും രീതിയിൽ ചർച്ച നടത്തിയോന്ന് എനിക്കറിയില്ല. പൊതുവെ ഞങ്ങളെ സംബന്ധിച്ച് കേരളത്തിൽ ഈ CPMലെയും കോൺഗ്രസ്സിലെയും നേതാക്കൾ മാത്രമല്ല അണികളെയും ഞങ്ങളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ സാധാരണ ശ്രമിക്കാറുണ്ട്. ഞങ്ങളെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ആ ഒരു പ്രവർത്തനത്തെക്കുറിച്ചല്ലാതെ ഈ പ്രത്യേകിച്ച് സുധാകരനും അതേപോലെ തന്നെ EP ജയരാജനും BJP ചേരുന്നതിനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും ചർച്ച നടന്നതായിട്ട് എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ മുഴുവൻ സംഭവിക്കുന്നൊരു കാര്യം CPMൽ നിന്നും കോൺഗ്രസ്സിൽ നിന്നും അവരുടെ പ്രവർത്തകന്മാർ, വിവിധ തലങ്ങളിലെ നേതാക്കന്മാർ കൂട്ടത്തോടു കൂടിയിട്ട് BJPയിലേക്ക് ചേരുന്ന ഒരു പുതിയ രാഷ്ട്രീയം നമുക്ക് കേരളത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ഈ രണ്ട് നേതാക്കന്മാർ മുന്നണിയിലെ സമുന്നതരായ രണ്ടുപേരെയാണ് BJPയിലേക്ക് എത്തിക്കാൻ ശ്രമം നടന്നതെന്ന ആരോപണം ഉയരുന്നത്. ദേശീയ നിർവാഹക സമിതി അംഗമായ താങ്കൾ ഒന്നും അറിയാതെ അത്തരത്തിൽ ഒരു ശ്രമം നടന്നു, അല്ലെങ്കിൽ താങ്കൾക്കൊന്നും ഒട്ടും അതറിഞ്ഞില്ല എന്ന് ചിന്തിക്കാമോ? അല്ല, ഇത് ഒന്ന് ജയരാജനാണ് ആരോപണം ഉന്നയിച്ചത്, മറ്റൊന്ന് സുധാകരനാണ് ആരോപണം ഉന്നയിച്ചത്. ഞങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും രീതിയിൽ ചർച്ച നടന്നായിട്ട് അറിയില്ല. അതിൻ്റെ ഒരു ഞങ്ങളെ സംബന്ധിച്ച് അത് ഏത് നേതാവായാലും ശരി ചർച്ചകൾ നടന്നോ ഇല്ലയോ എന്നെനിക്കറിയില്ല. പക്ഷെ ഞങ്ങൾക്കൊക്കെ അറിയാവുന്നത് ഒരു തീരുമാനത്തിലെത്തുന്ന സമയത്താണ് ഞങ്ങൾ ഇതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. പൊതുവേ ഒരു തീരുമാനത്തിലെത്തുന്ന സമയത്താണ് ഞങ്ങൾ അതിനെക്കുറിച്ച് സാധാരണ അറിയാറുള്ളത്. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കേരളത്തിൽ ഒരുപാട് ആളുകൾ രണ്ട് പാർട്ടിയിൽ നിന്നും നേതാക്കളുണ്ട്, പ്രവർത്തകരുണ്ട്, BJPയിലേക്ക് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പറയാവുന്ന TG നന്ദകുമാർ, ദല്ലാള നന്ദകുമാർ എന്ന് വിളിക്കുന്ന TG നന്ദകുമാർ അല്പം മുൻപ് വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത് കേരള പ്രഭാരിയായിരുന്ന പ്രകാശ് ജാവദേക്കർ താനും EP ജയരാജനും ഉള്ളിടത്തേക്ക് വരികയും അദ്ദേഹം ഒരു ടാക്സിയിൽ വന്നു, എന്നിട്ട് സുരേഷ് ഗോപിയെ ജയിപ്പിക്കുന്നതിന് വേണ്ടി സഹായിക്കണം എന്ന് അഭ്യർത്ഥിച്ചു. അതിന് പകരമായി SNC ലാവ്ലിൻ കേസ് അത് അവസാനിപ്പിക്കാം എന്നൊരു വാഗ്ദാനമാണ് നൽകിയതെന്നാണ്. ഞങ്ങൾ ഈ ആരോപണത്തെ പുച്ഛിച്ച് തള്ളുകയാണ്. ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ചർച്ച നടക്കില്ല എന്നുള്ളതാണ്
പറയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ ആരോപണം പച്ചക്കള്ളമാണ്, അടിസ്ഥാനരഹിതമാണ്. കാരണം ഒരു കാര്യം നോക്കൂ, SNC ലെവലിൽ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത്. സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള ഒരു കേസ് എങ്ങനെയാണ് പ്രകാശ് ജാവ്ദേക്കർക്ക് തീർത്തു കൊടുക്കാൻ സാധിക്കുക? അതുകൊണ്ട് ഇതൊരു അശുദ്ധ അസംബന്ധമാണ് ഈ ആരോപണം. ഈ ആരോപണത്തെ ഞാൻ പുച്ഛത്തോടു കൂടി തള്ളുകയാണ്. ഈ തൃശ്ശൂരിലെ UDF സ്ഥാനാർത്ഥിയായ കെ മുരളീധരൻ ഇന്നിപ്പോൾ പറഞ്ഞത് തൃശ്ശൂരിൽ BJPയെ സഹായിക്കുന്നതിന് വേണ്ടി CPM ഗ്രൂപ്പുകളിൽ ചർച്ചകൾ നടത്തുന്നു. അത്തരത്തിൽ CPM വോട്ടുകൾ BJPയിലേക്ക് മറിക്കുന്നതിന് സുരേഷ് ഗോപിയെ ജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നാണ്. അല്ല, സാധാരണ ഇത് എല്ലാവർക്കും ഈ കെ മുരളീധരൻ എന്തെങ്കിലും വായി തോന്നിയത് വിളിച്ചു പറയുകയാണ്. ഇവിടെ ദേശീയ തലത്തിലും കേരളത്തിലും BJP ശക്തമായ സ്ഥലങ്ങളിൽ, BJPക്ക് വിജയപ്രതീക്ഷയുള്ള സ്ഥലങ്ങളിൽ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും സാധാരണയായി സഖ്യവും സഹകരണം ഉണ്ടാക്കാറുണ്ട്. അതായത് ഇപ്പോൾ തിരുവനന്തപുരത്ത് സാധാരണ ലോകസഭാ തെരഞ്ഞെടുപ്പുകളിലായാലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലായാലും വിജയസാധ്യത BJPയെ സംബന്ധിച്ച് വിജയസാധ്യതയുണ്ട്. ആ തിരുവനന്തപുരത്ത് കാലാകാലമായി മാർക്സിസ്റ്റ് പാർട്ടി കോൺഗ്രസ്സിനാണ് വോട്ട് മറിച്ചു കൊടുക്കാറ്. ഇത് മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും സാധാരണ അംഗീകരിക്കാറുള്ളതാണ്, അവർ സമ്മതിക്കാറുള്ളതാണ്. ഇത്തവണ ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ തൃശ്ശൂരിൽ മാർക്സിസ്റ്റ് പാർട്ടിയും അതായത് LDFും കോൺഗ്രസും തമ്മിലാണ് ഒരു ധാരണയിൽ എത്തിയിട്ടുള്ളത്. അവരുടെ പൊതുവായ ആവശ്യം അവിടെ BJP സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, മറ്റ് BJPക്ക് വിജയസാധ്യതയുള്ള കേരളത്തിലെ മറ്റ് മണ്ഡലങ്ങളിലും മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തമ്മിൽ ഒരു IND സഖ്യം എന്ന രീതിയിലുള്ള അന്തർധാര രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ഡൽഹിയിലെ ഈ INDയുടെ ദേശീയ നേതാക്കന്മാർ തമ്മിൽ എടുത്തിട്ടുള്ള ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഈ അവസാന നിമിഷത്തിൽ വോട്ട് കൈമാറാനുള്ള തീരുമാനമെടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞു BJP NDA ഒന്നാം സ്ഥാനത്ത് എത്തില്ല, രണ്ടാം സ്ഥാനത്തെത്തില്ല. VD സതീശൻ പറയുന്നു ഒന്നാം സ്ഥാനത്തെത്തില്ല, രണ്ടാം സ്ഥാനത്തെത്തില്ല. ഞാൻ ചോദിക്കട്ടെ, ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ NDA കേരളത്തിൽ വിജയിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ പിണറായി വിജയനും പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കാൻ VD സതീശനും തയ്യാറാകുമോ? കേരളത്തിൽ ജനങ്ങളുടെ ഇവർക്ക് എന്ത് ഏജന്റുമാരാണോ ഈ CPM കോൺഗ്രസ് നേതാക്കന്മാർ? അതുകൊണ്ട് ഈ മുരളീധരനൊക്കെ പറഞ്ഞ ശുദ്ധ അസംബന്ധമാണ്. പരാജയ ഭീതി പൂണ്ട ഈ മുരളീധരനൊക്കെ വായി തോന്നിയത് വിളിച്ചു പറയുകയാണ്. ഇവർ തമ്മിലാണ് അന്തർധാര. അത് അരങ്ങത്തുമുണ്ട്, അണിയറയിലുണ്ട്. ദേശീയ തലത്തിൽ ഇവർ ഒരുമിച്ചാണ്. അത് കേരളത്തിൽ BJPക്ക് വിജയസാധ്യതയുള്ള സ്ഥലത്ത് IND സഖ്യം പ്രാവർത്തികമായിരിക്കുകയാണ്. അതാണ് സത്യം. ഇതൊക്കെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് CPM കോൺഗ്രസും തമ്മിൽ അന്തർധാര ഉണ്ടായാലും ഇല്ലെങ്കിലും ജനങ്ങൾ ഇത്തവണ മോദി ഗ്യാരണ്ടിയോടൊപ്പം നിൽക്കാൻ തയ്യാറാകും. ഇവർ എന്ത് വോട്ട് കൈമാറ്റം നടത്തിയാലും ഞങ്ങൾ വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ജൂൺ 4 വോട്ടെണ്ണിയാൽ അക്കാര്യം നമുക്ക് ബോധ്യപ്പെടും. ശ്രീ PK കൃഷ്ണദാസ്, താങ്കൾ തിരക്കുകളിലാണെന്നറിയാം. ഒരു ചോദ്യം കൂടി. ഇന്നലെ സുൽത്താൻ ബത്തേരിയിൽ നിന്നും ഒരു 1500 ഭക്ഷ്യ കിറ്റുകൾ പിടികൂടിയിരുന്നു. അത് BJPക്ക് എത്തിച്ചതാണ് എന്നാണ് T സിദ്ദീഖ് MLA ഉൾപ്പെടെയുള്ളവർ, കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നു. അവരുടെ അടുത്ത് അതിന് കൃത്യമായ തെളിവുകൾ ഉണ്ടെന്നും പറയുന്നു. താങ്കൾ ഇക്കാര്യം അറിഞ്ഞിരുന്നോ? ഇത് അന്വേഷിച്ചിരുന്നോ? എന്താണ് താങ്കൾക്ക് മനസ്സിലായത്? ഞാൻ ചോദിക്കട്ടെ, അവിടെ ഈ കിറ്റ് ആര് വാങ്ങി, ആര് കൊണ്ടുവന്നു എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കണം. പക്ഷേ ഇതെങ്ങനെയാണ് BJPയുടെ തലയിൽ കെട്ടിവെക്കുന്നത്? BJPയുമായിട്ട് ഈ കിറ്റിന് എന്താ ബന്ധമുള്ളത്? മാത്രമല്ല, മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും പ്രചരിപ്പിക്കുന്നത് ഇത് അവിടെ ആദിവാസി സമൂഹത്തിന്, ഗോത്രവർഗ്ഗക്കാർക്ക് കൊടുക്കാനുള്ളതാണെന്നാണ്. സത്യത്തിൽ ഈ ഗോത്രവർഗ സമൂഹത്തെ, അടിസ്ഥാന ജനവിഭാഗത്തെ, പാവപ്പെട്ടവരെ അപമാനിക്കുകയല്ലേ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ചെയ്യുന്നത്? ഇത്തവണ ഗോത്രവർഗ്ഗക്കാരുൾപ്പെടെയുള്ള ആദിവാസികളുടെ, ഹരിജനങ്ങളുടെ, ഗിരിജനങ്ങളുടെ വോട്ട് ലഭിക്കില്ല എന്ന് വന്നപ്പോൾ ഈ പാവങ്ങളെ പരസ്യമായിട്ട് അപമാനിക്കാനാണ് ഈ കിറ്റ് വിവാദത്തിലൂടെ ഒരു ഭാഗത്ത് CPMും മറുഭാഗത്ത് കോൺഗ്രസും ചെയ്യുന്നത്. സത്യത്തിൽ ഈ അടിസ്ഥാന ജനവിഭാഗത്തെ അപമാനിക്കാൻ തയ്യാറായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഈ പട്ടിണി പാവങ്ങളോട് മാപ്പ് പറയാൻ തയ്യാറാകണം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്. ശരി, വളരെയധികം നന്ദി ശ്രീ PK കൃഷ്ണദാസ്, BJP ദേശീയ നിർവാഹക സമിതി അംഗം. ഈ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം താങ്കളുടെ വിലപ്പെട്ട സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന്